ിലേക്ക് ഓണറേറിയം തടഞ്ഞു വെച്ചതിനെതിരെ കൊല്ലത്ത് ആശാപ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായിരിക്കുന്നു. കരുനാഗപ്പള്ളി കുലശേഖരം PHCയിലെ 35 ആശാപ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തിയത്. ജോലിയിൽ പ്രവേശിക്കണമെന്ന നിർദ്ദേശം പാലിച്ചിട്ടും ഓണറേറിയം ഉൾപ്പെടെയുള്ളവ തടയുന്നുവെന്നാണ് ആരോപണം. ജോലി ചെയ്ത കൂലി ലഭിക്കാതെ മടങ്ങിപ്പോകില്ലെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. അടിസ്ഥാന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ആശാപ്രവർത്തകർ സമരം ചെയ്യുന്ന ഘട്ടത്തിലാണ് കൊല്ലത്ത് ചെയ്ത ജോലിക്കുള്ള ഓണറേറിയം തടഞ്ഞു വെക്കുന്നത് ആരോപിച്ചുകൊണ്ട് 35 ആശാപ്രവർത്തകർ ഇപ്പോൾ NHMന്റെ ഓഫീസ് ഉപരോധിക്കുന്നത്. അത്തരത്തിൽ എന്താണ് ചേച്ചി നിങ്ങളുടെ ആരോപണം? ചെയ്ത ജോലിക്ക് ഓണറേറിയം ലഭിച്ചില്ല എന്നുള്ളത്. ഞങ്ങൾ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് ഉപരോധവുമായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് പോയി ഇപ്പോഴും സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഫെബ്രുവരി മാസത്തിലെ ഓണറേറിയം ഇൻസെൻറ്റീവും ഞങ്ങളുടെ തടഞ്ഞു വെച്ചേക്കുവാണ്. ഞങ്ങൾ ഫെബ്രുവരി മാസത്തിലെ മൊത്ത വർക്കുകളും ചെയ്തതിന് ശേഷമാണ് സമരത്തിൽ പോയത്. DPM ഒരു പ്രത്യേക ഓർഡർ ഞങ്ങൾക്ക് വേണ്ടി മാത്രം കേസ്പുരത്തിന് മാത്രമായിട്ടൊരു ഓർഡർ ഇറക്കിയിട്ട് ഞങ്ങളുടെ 35 ആശമാർക്കും ഓണറേറിയം ഇൻസെൻറ്റീവും തരത്തില്ല. അപ്പോൾ അതിൽ 39 പേര് ഈ സമരത്തിൽ പങ്കെടുത്ത ആളുകൾ തന്നെയാണ്. അവർ 4-ാം തീയതി ജോയിൻ ചെയ്യാതെ 3-ാം തീയതി ജോയിൻ ചെയ്ത് 4 പേര് അതിനകത്ത് കയറി. അതുകൊണ്ട് അവർക്ക് ഓണറേറിയം കൊടുക്കാം. 4-ാം തീയതി ജോയിൻ ചെയ്ത 35 പേർക്കും ഓണറേറിയം തരത്തില്ല. സമരത്തിൽ നിന്ന് നിങ്ങൾക്ക് 3-ാം തീയതി തിരിച്ച് ജോയിൻ ചെയ്യണം എന്നുള്ള ഉത്തരവ് വന്നു. വൈകിട്ട് 6 മണിക്കാണ് വന്നത്. അപ്പം ഞങ്ങൾ തിരുവനന്തപുരത്തായിരുന്നു. അവിടുന്ന് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ 8:30-9 മണിയോളമായി. അപ്പം ഞങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വരാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ കൂട്ടമായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ആലോചിച്ചിട്ട് പിറ്റേന്ന് രാവിലെ ജോയിൻ ചെയ്യാൻ ചെന്നു. അപ്പം പിറ്റേന്ന് രാവിലെ ജോയിൻ ചെയ്യാൻ ചെന്നപ്പോൾ പറഞ്ഞത് അത് DPMുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം ഇനി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. 3-ാം തീയതി ആയിരുന്നെങ്കിൽ നിങ്ങൾക്കല്ലാതെ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ചെയ്ത തെറ്റ് 4-ാം തീയതി രാവിലെ ജോയിൻ ചെയ്യാൻ ചെന്നു, സമരത്തിൽ പങ്കെടുത്തു. അല്ലാതെ ഞങ്ങളുടെ വർക്കിനകത്ത് ഇന്ന് വരെ ഒരു വീഴ്ചയും വരുത്തിയിട്ടുമില്ല. എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇന്ന് വരെയും നിൽക്കുന്നത്. ശരി, അപ്പോൾ അത് തന്നെയാണ്, അതായത് പ്രതികാര നടപടി എന്നാണ് പറയുന്നത്. ചേച്ചി, ഇത് അതായത് 4-ാം തീയതി ഒരു ദിവസം കഴിഞ്ഞു പോയതിൻ്റെ ഒരു പ്രതികാര നടപടിയായിട്ടാണോ നിങ്ങൾ ഇത് കാണുന്നത്? അതുപോലാണ് സാറേ ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം അല്ലാതെ ഞങ്ങൾ ചെയ്ത ജോലി തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അവർ ചെയ്ത ജോലി തന്നെയാണ് ഞങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു ദിവസം രാത്രി വ്യത്യാസത്തിൽ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഞങ്ങൾ സമരവുമായിട്ട് മുന്നോട്ട് പോയതിൻ്റെ രീതിയിൽ കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ സമരത്തിന് ഐക്യദാർഢ്യമാണ്. ഞങ്ങൾ പല രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണ് ഈ 39 പേരും. പക്ഷേ പോയത് ഒന്നിച്ച് ഒരേ രീതിയിൽ പോയവരാണ്. ഇന്നും നിൽക്കുന്നത് ഒരേ രീതിയിലാണ്. ഞങ്ങളുടെ സങ്കടങ്ങൾ ബോധിപ്പിച്ച് ഞങ്ങളുടെ ഒരു അപേക്ഷയായിട്ട് പോയപ്പോൾ ഞങ്ങൾ അവഹേളിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ പ്രകോപിതമായിട്ടും ഇതേ രീതിയിലുള്ള സമരം തുടർന്നു പോകാനും കാരണമായതെന്നാണ് ഞങ്ങൾ. എന്തായാലും 35 പേർ അവകാശങ്ങൾക്ക് വേണ്ടി കൊല്ലം ജില്ലയിൽ ഇവിടെ NHM ഓഫീസിൽ സമരം തുടരുകയാണ്. ഷാനവാസ് ഫരീദിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.